ഇത് ചെയ്തിട്ട് എന്ത് ഫലം, എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? റാഹത്താണോ? കമൻറ്റ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ എങ്ങനെയുണ്ട്? നോമ്പൊക്കെ റാഹത്തായിട്ട് പോകുന്നുണ്ടോ? നമുക്ക് 9 നോയമ്പായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര? 10. അതായത് ഗൾഫിലൊക്കെ 10 നോമ്പായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞാനെന്തപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ വരാൻ കാരണം നമ്മളെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ, അതായത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ മാസം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ അഫ്വാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ 5 ആൾക്കാർ, അതായത് സ്വന്തം കൂടപ്പിറപ്പിനെ സഹിതം, സ്വന്തം ഉമ്മാനെ സഹിതം, ആ ഒരു ന്യൂസ് അന്നേരത്ത് മാത്രമല്ല, അത് നമ്മൾ ഓരോ സമയം ചെലവിടുമ്പോഴും എനിക്കൊക്കെ മാത്രമാണെന്ന് അറിയത്തില്ല. അതായത് ഓരോ സമയം ചെലവിടുമ്പോഴും ഞാനൊക്കെ കിച്ചണിൽ നിൽക്കുമ്പോഴായാലും ആ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം എപ്പോഴും മനസ്സിൽ അത് തന്നെ. അതായത് ആ ഒരു പയ്യൻ ഇനി എങ്ങനെ ഒരു മനസ്സമാധാനത്തിൽ ജീവിക്കും? ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ അയാൾക്ക് ഒരിക്കലും മനസ്സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ അന്ന് എനിക്ക് ഇതുണ്ടായിരുന്നു മനസ്സിൽ. ആ പയ്യൻ അന്നേരത്തെ ആ ഒരു പ്രഷറിൽ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അന്നേരത്തെ ആ ഒരു ഇതിൽ ചെയ്തതായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്. അല്ലാണ്ട് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ലഹരിയുടെ ഉപയോഗം കൊണ്ടും അങ്ങനെ ഉണ്ടാവാമല്ലോ അന്നേരത്തെ ആ ഒരു ഇത് വെച്ചിട്ട്. പക്ഷെ അയാൾ കൂടുതലായിട്ടുള്ള മറ്റുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇതിലൊക്കെ പറയുന്നത്. പിന്നെ ചിന്തിക്കലുണ്ട്, ഈ പയ്യൻ എന്തുദ്ദേശത്തിലായിരിക്കും ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാവുക? എന്താ, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാ ഇത്രയും ആൾക്കാരെ കൊല്ലുന്നത്? അതൊക്കെ ഒരു ഒരു എന്താ പറയുക, ഒരു ഇതാണോ, ഒരു ശാശ്വത പരിഹാരമാണോ? സ്വന്തം അനിയനെയും ഉമ്മായെയും സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയെയൊക്കെ ഇങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, ഈ കടം എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് ഒളിച്ചോടാൻ മരണം ഓക്കെ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന കടം നമുക്കൊരു അത് അടച്ചു തീർക്കാനൊന്നും പറ്റാതെ ഒരു ബാധ്യതയായിട്ട് വരുമ്പോൾ നമ്മൾ എടുക്കുന്നൊരു ഇതാണ് മരിച്ചു കളയാന്ന്. പക്ഷേ ഈ പയ്യൻ ചെയ്തേക്കുന്നത് ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് അയാൾ മരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ട് മരിക്കാൻ എന്തായാലും ഭയമായിരിക്കുമല്ലോ. ആരെങ്കിലും കൊല്ലുന്നെങ്കിലാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത സംഭവങ്ങൾ നമ്മളൊരിക്കലും തിരഞ്ഞെടുക്കാതിരിക്കുക. ഇതിപ്പോൾ ആ പയ്യനും കുടുംബമൊക്കെ നല്ല ലാവിഷായിട്ട്, വാപ്പാക്ക് ഗൾഫിൽ പണിയുണ്ടായിരുന്ന സമയത്ത് നല്ല ലാവിഷായിട്ട് ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും പിന്നെ ആ ഒരു രീതിക്കേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആഡംബരമായിട്ട് ജീവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അതില്ലാതെ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണും. ഇപ്പം ഈ പയ്യനായാലും ഏതൊരു കുട്ടികൾക്കായാലും, ബോയ്സിൻ്റെ ആയാലും ഗേൾസിനായാലും, നമ്മൾ പൈസ കയ്യിൽ കൊടുത്തും ഒക്കെ ഇങ്ങനെ ഇതാക്കുമല്ലോ. കുട്ടികളെ ചോദിക്കുന്ന സമയത്തൊക്കെ പൈസ കൊടുക്കലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കലും അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ പിന്നീടൊരിക്കൽ ഇല്ലായ്മ വരുമ്പോൾ അവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ എന്താണോ പഠിപ്പിച്ച് കൊണ്ടുവരുന്നത് അതായിരിക്കും അവരുടെ മനസ്സിൽ കാര്യങ്ങൾ. അതായത് ഞാൻ ചോദിക്കുമ്പോൾ പൈസ തരുന്നുണ്ട്, അപ്പോൾ പിന്നെ എനിക്ക് വിഷയമില്ലല്ലോ. അതെന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ ഞാനൊരു ഫാമിലിയിലൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു മകൻ +2 പഠിക്കുന്നതാണ്. പ്ലസ് ടുവിനാവുന്നതിന് മുന്നേ എനിക്കറിയാം. അപ്പോൾ അവരുടെ ഭർത്താവ് ഗൾഫിലാണ്, വൈഫും മോനും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മോൻ ചോദിക്കുമ്പോഴൊക്കെ ഉമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പിന്നെ അവർക്ക് പൈസ കയ്യിൽ ഭർത്താവ് അയക്കാണ്ട് വന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഒന്നും കാണത്തില്ല. അപ്പോഴത്തേക്ക് ഈ പയ്യൻ പൈസ കൊടുക്കാത്തതിനൊക്കെ കിടന്നിട്ട് ഇങ്ങനെ കലിതുള്ളിയിട്ട് സംസാരിക്കുന്നത്. +1 ആ ടൈമൊക്കെ കലിതുള്ളിയിട്ട് സംസാരിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മക്കൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അറിയത്തില്ല. ഇല്ലായ്മ പഠിപ്പിച്ച് തന്നെ വളർത്തണം. നമ്മളതിൽ ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ അവരെ പഠിപ്പിക്കുക. അല്ലാണ്ട് കടം വാങ്ങിച്ചും ഒക്കെ അവരെ കാര്യങ്ങൾ
അങ്ങനെ കടം വാങ്ങി അവരെ കാര്യങ്ങൾ നടത്തി കൊടുക്കുമ്പോൾ നമ്മൾ ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കുക. നാളെ ഇതുപോലത്തെ അതായത് ഇപ്പോൾ തന്നെ ഓരോരോ വീഡിയോകൾ വരുന്നുണ്ട്, തമ്പനയിൽ വെച്ചിട്ടുണ്ട്. അതായത് ഉമ്മ ഷെമിയാണ് കാരണക്കാരി, അവരാണ് പൈസ ദൂർത്തടിച്ച് ഇങ്ങനെ ആക്കിയതെന്നൊക്കെ. സ്വന്തം മകൻ ആ രീതിയിൽ വളർന്ന് ഇതായിട്ട് വന്നിട്ട് പിന്നെ അവർക്കത് ചെയ്യാതെ ഇരിക്കാൻ ചിലപ്പോൾ അവരെ മനസ്സൊരു ഉമ്മയല്ലേ, മകൻ ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്ന ഇതാണല്ലോ. ഉമ്മ എന്ന് പറയുന്നത് അത്രത്തോളം ഇതാണ്. മക്കൾ എന്ത് ചോദിച്ചാലും കൊടുക്കും, ഇല്ലെങ്കിലും മറ്റൊരു സ്ഥലത്തുനിന്ന് കടം വാങ്ങിയിട്ടെങ്കിലും കൊടുക്കും. പക്ഷേ ഈ കടം എല്ലാം കൂടി ഇതാകുമ്പോൾ അതിന് ഇതാണൊരു പോംവഴിന്ന് തിരഞ്ഞെടുക്കുന്നത് വലിയൊരു തെറ്റാണ്. ഈ ഒരു ന്യൂസ് വന്നപ്പോൾ മുതൽ അതിൽ പറയുന്ന സംഭവമാണ് സാമ്പത്തിക ഇടപാടും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മരണത്തിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് ആ ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞു. അഫാന് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അഫാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ പയ്യനെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു പാവം തോന്നുന്നു. എന്തെന്ന് വെച്ചാൽ അന്നേരത്തെ ആ ഒരു ഇതിൽ ചെയ്തു പോയതായിരിക്കാം. പക്ഷേ കുറ്റബോധം കാണും. സ്വന്തം ഉമ്മായെ അവരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും കുറ്റബോധം കാണും. ഒരിക്കലും ഈ പയ്യന് ഇനി പുറത്തിറങ്ങിയാൽ ജീവിക്കാനൊന്നും അതിനുള്ള മനസ്സൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ സൂയിസൈഡ് ചെയ്ത് മരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് നമ്മളെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അങ്ങനത്തെ സമയങ്ങൾ ചിലപ്പോൾ ചില നേരത്ത് ചിന്തിക്കും, ഈ പയ്യൻ എന്താ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ കടം വീട്ടി ജീവിച്ചൂടായിരുന്നു, എന്തിനിത് ചെയ്യാൻ പോയെന്നൊക്കെ. ഇത് ചെയ്തിട്ട് എന്ത് ബലം, എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും ഇല്ല. കടം കുറഞ്ഞോ? അതായത് കടം വീട്ടാണ്ടത് പോയോ? അതോ ബന്ധുക്കളൊക്കെ കൂടെ ഉണ്ടോ? അതായത് ഉമ്മ എന്താണ് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചെറുക്കൻ എന്തുദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ. എന്തായാലും ഇപ്പോൾ പോലീസ് നിഗമനത്തിലെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇത് തന്നെ ഇതിനുള്ള കാരണം, അതായത് കൊലയ്ക്കുള്ള കാരണം എന്ന് പോലീസ് ആ ഒരു ഇതിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ന്യൂസ് കേട്ടു, അതിൽ അഫാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ തകർന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മാനസികാവസ്ഥ കൊണ്ട് ചിലപ്പോൾ ചെയ്തു പോയതായിരിക്കാം. നിങ്ങളൊന്ന് കണ്ടു കേട്ടോ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം. അബ്ദുൾ റഹീം സൗദിയിൽ നടത്തിയിരുന്ന വ്യാപാരത്തിൽ തകർച്ച നേരിട്ടിട്ടും കുടുംബത്തിന്റെ ആഡംബര ജീവിതശൈലി മാറ്റമില്ലാതെ തുടർന്നതാണ് ബാധ്യതകളുടെ ആക്കം കൂട്ടിയതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. വീട്ടിലെ ഗ്യാസ് തുറന്നുവിട്ടത് വസ്തുവകകൾ മറ്റ് ബന്ധുക്കളൊന്നും കൈവശപ്പെടുത്താതെ കത്തി നശിക്കാനാണെന്നും അഫാൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പേരുമലയിലെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ഫെബ്രുവരി 24-ാം തീയതി സംഭവിച്ച കൊടും ക്രൂരകൃത്യങ്ങൾ 23-കാരനായ അഫാൻ പോലീസിനോട് വിശദീകരിച്ചത്. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷെമിയും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴികൾ ഒന്നുമില്ലെന്ന് പരസ്പരം പറഞ്ഞു. അതിനിടെ ഉമ്മ പൊക്കോളൂ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിൽ ഉണ്ടായിരുന്ന ഷോൾ കഴുത്തിൽ ഇറുക്കി വരിഞ്ഞു മുറുക്കി. ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു, ഒപ്പം താനും. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി തല ശക്തിയോടെ തറയിലിടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി. പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വല്യമ്മ സൽമ ബീവിയുടെ അടുത്തെത്തി എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു. തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് 88-കാരിയായ സൽമ ബീവിയെയും വകവരുത്തി. അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവനെടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി. തുടർന്ന്
പേരമലയിലെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ. താനും ഫർസാനയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. പിന്നാലെ ആക്രമിച്ച മറ്റുള്ളവരുടെ വിവരങ്ങളും. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തല കുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിന്റെ നെറ്റിയിൽ അടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്കു ചുറ്റും അടിക്കുകയായിരുന്നെന്നുമാണ് വെളിപ്പെടുത്തൽ. അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാന്റെ നേർക്ക് ആദ്യ ആക്രമണം. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കലിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ചുറ്റിക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കിയടച്ച ശേഷം താൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തു കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക്. ഉമ്മയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും പെൺസുഹൃത്തിനെയും അതിക്രൂരമായി ആക്രമിച്ചതിൽ കുറ്റബോധമുണ്ടെന്നും എന്നാൽ മറ്റു 3 പേരോട് തനിക്ക് അടങ്ങാത്ത പകയായിരുന്നെന്നുമാണ് തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തോട് അഫാൻ നടത്തിയ വെളിപ്പെടുത്തൽ. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഞാൻ ഇടുന്ന വീഡിയോസിന്റെ പുറകില് ഞാൻ ഇരുന്ന് കേൾക്കുന്നതായിട്ട് എൻ്റെ വീഡിയോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്, പുറകിൽ എന്തിനാ മിണ്ടാണ്ടിരിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ നോമ്പായതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തു വെച്ച്. അതായത് ശബ്ദിക്കാണ്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട്. നമ്മൾ എന്തിനാ വെറുതെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നേ? നൊയമ്പൊക്കെ അല്ലേ, നന്നായിക്കൂടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമൊക്കെ കൊടുക്കണ്ടേ ആർക്കെങ്കിലൊക്കെ? അപ്പോൾ ആർക്കെങ്കിലൊക്കെ അല്ല കേട്ടോ, സ്വന്തമായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് കണ്ടന്റ് എടുത്ത് പറഞ്ഞ് ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ.